ശാന്ത വന്ന കാര്യം എന്താ? ശാന്ത വെറും ശാന്തയല്ല, മേലേടത്ത് ശാന്ത. മേലേടത്ത് ശാന്തയോ? ഏത്? ആ കുടിലോ? പിന്നെ നിങ്ങളുടെ വീടിന്റെ 2 കയ്യാലയുടെ മേളിലല്ല ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ പിന്നെ മേലേടത്ത് ശാന്ത. നിനക്ക് ഞാൻ, പക്ഷെ എനിക്ക് നീ. കീലേടത്ത് ചങ്കരൻ. മേലേടത്ത് ശാന്ത വന്ന കാര്യം പറ. ജോലിക്കാണെങ്കിലേ വേറെ ആളെ വെച്ചു, ഇനി ഇങ്ങോട്ട് വരണ്ട. അല്ല, ഈ വീട്ടിലെ ജോലിക്കാരെ ഉൾപ്പെടെ വാങ്ങിക്കാൻ വന്നതാ ഈ ശാന്ത. വാങ്ങിക്കാനോ? മനസ്സിലാക്കി തരാം. ഈ വീട് വിൽക്കാനുണ്ടെന്ന് കേട്ടല്ലോ, ഉള്ളതാണോ? ശാന്ത വീട്ടു ജോലി നിർത്തിയിട്ട് ഇപ്പൊ ബ്രോക്കർ വഴി ഉണങ്ങിയോ? ശങ്കരമാമനെ നെല്ലിക്കാണ്. ശങ്കരമാമനെ നെല്ലിക്ക് ഉറിഞ്ചാനല്ല നിന്നെ അവിടെ കൊണ്ടുവന്നത് കേട്ടോ. ആരെ സംസാരിച്ചോണ്ടിരിക്കും അവിടെ. നാളെ എടുത്തോ നീനെ. മോനെ നെല്ലിക്ക ഇനി വേണോ? ശങ്കരമാമനെ നെല്ലിക്കുക മരത്തിൽ നിന്ന് പറിച്ച. പറിച്ച് കഴിച്ചോ? ഇഷ്ടം പോലെ ഉണ്ട്. പട്ടിണിയല്ലേ? അവനിപ്പോൾ നൂഡിൽസും കോൺഫ്ലെക്സും തട്ടിയിട്ട് വന്നതേ ഉള്ളൂ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മക്കള് ഹോർലിക്സ് ഉണ്ടാക്കി തരാം അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഈ വീടിനും പറമ്പിനും ഒക്കെ എത്ര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ചുമ്മാ പറയുന്നേ. എന്തായാലും ശാന്തയുടെ കൊക്കിന് ഒതുങ്ങത്തില്ല. എൻ്റെ കൊക്കിൻ്റെ വലിപ്പം നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിലും വലുതാ. നീ പറഞ്ഞു. എന്നാ കേട്ടോ, 80 ലക്ഷം. ഞെട്ടണ്ട. 80 രൂപയല്ലേ ഉള്ളൂ. ബാഹുബലിയുടെ മാസ് ഡയലോഗ് മലയാളം ഡബ് ചെയ്ത് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി നീ കിണ്ണോ പറയരുത് കേട്ടോ. മാറി അങ്ങോട്ടിരി. 1 കോടി ഞാനിട്ട വില. 1 കോടിയോ? അല്ല 80 ലക്ഷം രൂപയേ ഉള്ളൂ. വേണ്ട, 1 കോടി ഞാൻ അങ്ങോട്ട് തരുന്നു. നീ ഈ വീട് എനിക്ക് തരുന്നു. 20 ലക്ഷം ബോണസ്. എന്തിനാ? ഈ വീട്ടിൽ ഞാൻ ഒഴുക്കിയ എൻ്റെ വേർപ്പിൻ്റെ ബോണസ്. 80 ലക്ഷത്തിന് 1 കോടി. അപ്പൊ കയ്യിൽ കുറെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, എന്തോ കാണുന്നവൻ അങ്ങനെ ശങ്കരമാമത്തെ നെല്ലിക്ക ഉറിഞ്ചാൻ നടക്കുന്നവനേടാ. ശരി, ഡീൽ.